ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് 26-ാം തീയതി 25-ാം തീയതി ഒരു റൂം എടുത്ത് കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു. ഇപ്പോൾ 26-ാം തീയതി റൂം എടുത്ത് ഇതാണ് റൂം. ഒരു ലോ ബഡ്ജറ്റ് റൂം എടുത്തത് അമ്മ. മാക്സിമം കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാനായിട്ട് യാത്രയല്ലേ. 500 രൂപയുടെ റൂമാണ്. അപ്സര ഹോട്ടൽ പെരിന്തൽമണ്ണയിൽ. കഴിഞ്ഞ ദിവസം കുറേ ഞങ്ങൾ കാലത്തിപ്പോൾ ഒരു 4 മണിക്ക് അലാറം വെച്ച് കുറച്ച് മടിയായി, എണീറ്റില്ല. 5 മണിയായി. ഇപ്പോൾ റൂം സെറ്റ് ചെയ്ത് പോകാൻ പോകും. അപ്പോൾ വെള്ളം ഇന്നലെ ഫുള്ള് ഇതിലെ വെള്ളം എടുത്താരണം നന്നായി, വാങ്ങിക്കേണ്ട വന്നില്ല. ഇനി അതെനിക്കൊരു എത്രയാണ് 10-13 കുപ്പിയുടെ മേലെ കുടിച്ചാണ്. ഇതുള്ള കാരണം ഒരു ദിവസം ഫുള്ള് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് വെള്ളം കിട്ടിയിട്ടില്ല അവിടെ നിറക്കാനായിട്ട്. ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ടേക്കണം അലക്കിയിട്ട്. തണുപ്പുണ്ട്, അത് കാരണം പെട്ടെന്ന് ഉണങ്ങണില്ല. ഉച്ചക്കിന് എവിടെയെങ്കിലും ഇതേപോലെ ഇടണം. എന്തൊക്കെ തരമാണ് റോട്ടിലൂടെ പോണത്. സൈക്കിള്, ലോറി. ആദ്യമായിട്ടാണ് ഈ റൈഡിൽ കുതിര പോണേണ്ടത്. തേടിയുള്ളൊരു യാത്രയാണ്. ഒരു 10 സെക്കൻഡായി നല്ലൊരു റോഡ് കിട്ടിയിട്ട്. എന്ത് രസമാണ്. ഒരു ബുദ്ധിമുട്ടില്ല സൈക്കിൾ ഓടിക്കാൻ. രണ്ട് റൈഡേഴ്സിൻ്റെ താളം. ഹലോ, പിന്നെ ഒരെവിടെ അറിയാം മേലെ കാളങ്കാവിലെ ബസ് സ്റ്റോപ്പില് അവിടെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഇതിനെ ഉഷാക്കാൻ നമ്പർ കൊടുക്കാം. അടുത്തല്ല കർണാടക. നിങ്ങൾ ഇവിടെ നോടി
ഇത് നല്ലാണ്ട് ഒരു കുഴപ്പമില്ല. വാട്ടർ പ്രൂഫാ? വാട്ടർ പ്രൂഫാണ്. പിന്നെ ഞാൻ 2 റൈഡേഴ്സിനെ നാട്ടിലുള്ളത് പാണ്ടിക്കാട് സ്ഥലത്താണുള്ളത്. അവര് നേരെ രണ്ടാമത്തെ ടീംസാണ് കേട്ടോ. പേര് പറഞ്ഞ ആഷിഖ്. ആഷിഖ് പേരെന്താ പോയി? ഒന്ന് പറഞ്ഞോ. ഞങ്ങളുടെ ചെറിയ ചാനല് കാണാട്ടോ നമുക്ക്. ഓൾ കേരള ആദ്യമായി സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആൾക്കാരെ ഗ്രൂപ്പുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങളെ കോണ്ടാക്ട് കൊടുത്തിക്കണേ, അഡ്മിന് കൊടുത്തിക്കണേ. അപ്പൊ നിങ്ങളെ നിങ്ങളോട് ആഡ് ചെയ്യാൻ അത് ജസ്റ്റ് ഒന്ന് ആ നമ്പർ ഞങ്ങൾക്ക് തരാം. അതിലൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ. പറഞ്ഞ നമ്പർ തന്നെയല്ലേ? അപ്പോൾ ഇവർ ഞങ്ങളുടെ മറ്റേ കാരിയറിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവരുടെ സൈക്കിൾ പോലത്തെ കുറച്ച് ഫിറ്റിങ്സൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് തരികയാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മറ്റേ വാട്ടർ ക്യാനിൽ ഫുള്ള് വെള്ളമൊക്കെ നിറച്ച് തന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു അവർ. കുറേ നേരം അതിനുവേണ്ടി നിന്നിട്ടെല്ലാവരും മിക്കവരും പണിക്ക് പോകാൻ നിൽക്കണവരായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അത്രയും നേരം ഞങ്ങൾക്ക് സപ്പോർട്ട് വന്ന്. മൂന്നാമത്തെ ദിവസം കാലത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട റോസ്റ്റ്
ബസ്സൊക്കെ പോയില്ലേ? കണ്ണൂര് എക്കോ ടൂറിസം സെന്റർ റേറ്റ് ഈ ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ ഇല്ല, അവിടെ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് 16 കിലോമീറ്റർ പോകണം. 16 കിലോമീറ്റർ പോയി അടുത്ത ടിക്കറ്റ് കൗണ്ടർ കിട്ടും, അവിടെ നിന്ന് എടുക്കണം ടിക്കറ്റ്. അവിടെ വരെ ജീപ്പിൽ ഓഫ് റോഡാണ്, ജീപ്പിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 120. അവിടെ പോയാൽ കാണാൻ പറ്റുന്നതാണ് ഇത് തൂക്കുപാലം. പിന്നെന്താണ് വൈൽഡ് ലൈഫ് നമ്മൾ ചെറുതായിട്ട് കാട്ടിക്കൂടി പോകുന്നുണ്ട് കുറച്ച്. ഇതൊക്കെയാണ് ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് എക്കോ ടൂറിസത്തിൽ. ഇതിൽ ഈ രണ്ടാമത്തെ പാലം പൊളിഞ്ഞാണ് പറയണേ കഴിഞ്ഞ പ്രളയത്തിൽ. വേറൊരു പാലമുള്ളത് 16 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു കഫേയിൽ കയറി, നല്ലതാവുണ്ട്. വെയിലത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്. വെയിലത്ത് നല്ലോണം വെയിലത്ത് ചവിട്ടി. ഇവിടെ എത്തുമെന്ന് വിചാരിച്ച് ചവിട്ടി കുറേ നേരം വെയിലത്ത്. ലാസ്റ്റ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് എന്താ ഇപ്പോൾ പറയുക, കുറച്ച് മോക്ടെയിൽസ് ഓർഡർ ചെയ്തു. ഗ്രീൻ ആപ്പിൾ കോക്ടെയിൽ, സ്ട്രോബെറി കോക്ടെയിൽ അല്ല മോക്ടെയിൽ. കുടിച്ചോളണം. ലെഫ്റ്റ് അല്ലേ ഇത്? അതെന്താണ് മെയിൻ? അത് അവിടെ ഇത് ടയർ പഞ്ചറാവാൻ പറ്റിയ സ്പോട്ടാ. ₹1,20,000 കേട്ടോ. റേറ്റ്നെസ് 11 ബാക്കില് ഫ്രണ്ടിലുണ്ട്. എനിക്ക് ഈറൊക്കെ എവിടെ പറ്റും? അത് ആദ്യമുള്ള സൈക്കിള് പണിയോടെ പണിയാണ്. കാരിയർ പൊട്ടി. പിന്നെ വേറെ കാരിയർ കുറേ കടയിൽ കിട്ടിയില്ല. പിന്നെ ഒരു കടയിൽ കിട്ടി. അപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ ആളില്ല ഫിറ്റ് ചെയ്ത് തരാൻ. അതുകൊണ്ട് വേറെ അടുത്ത് പോയി. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഉണ്ടായിരുന്ന ലാഗേജൊക്കെ വേറെ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടി പിടിക്കണ്ടോന്ന് രണ്ടാൾക്കും. അതേ വേറെ കടയിലെത്തി ലാസ്റ്റ്. ഇവിടെ ശരിയാവുമെന്ന് അറിയില്ല. सपोर्ट वाला कैरियर ले लेना इसका, वो इधर फिट हो जाता है इसका फिटिंग में ना, लेकिन नहीं मिलता है यार। बढ़िया थोड़ा फैंसी वाला ആള് ആളോട് വർത്താനം പറഞ്ഞപ്പോ ഹിന്ദിക്കാരനാന്ന് വിചാരിച്ചു. ഞാനോ? ഉണ്ടോ? അതോ എന്റെ ഭാഷയാണ്. കൊറേ ആളാണ് കാരിയർ കിട്ടണില്ല. കിട്ടിയപ്പോ പണിക്കാരനില്ല. ഇതിപ്പോ സ്കൈ ഇല്ല, സ്കൈ. നാളെ പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്നുണ്ട്.
ഞങ്ങൾ റൂം നേടി പോവാണ്. കാരണം ഇനി വരാനുള്ള ചുരമാണ്. അതിന് മുമ്പ് റൂം എടുക്കണം. അല്ലെങ്കിൽ ഇന്ന് രാത്രി ചവിട്ടാന്ന് വെച്ചാൽ നടക്കൊന്നുമില്ല. ചുരത്തിൽ ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു ജംഗ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, വഴിക്കടവെന്ന് പറഞ്ഞു. അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുക്കണം. ഒരു ലോഡ്ജിലാണ്. ലോഡ്ജിൻ്റെ നടുത്തളത്തിൽ വണ്ടി നമ്മുടെ സൈക്കിൾ പാർക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ തങ്ങാണ്. നാളെയാണ് ചുരം കയറേണ്ടത്. സൈക്കിളൊക്കെ ആയിട്ട് ചുരം എങ്ങനെ കയറുന്നു നാളെ കാണാൻ എന്തായാലും. അപ്പോൾ ചുരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം.